പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാനായിട്ട് എൽ ക്ലാസിക്കോ മത്സരത്തിന് നാളെ ചെന്നൈ ഇറങ്ങും. മുംബൈ ഇന്ത്യൻസ് ആണ് കേട്ടോ എതിരാളികൾ. കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോറ്റതോടു കൂടിയിട്ട് പോയിന്റ് ടേബിളിൽ ആറ് പോയിന്റുമായിട്ട് 6ാം സ്ഥാനത്താണ് ചെന്നൈ നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ചാൽ തന്നെയാണ് കേട്ടോ പ്ലേ ഓഫ് സാധ്യത ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ടീമിൽ പല ചേഞ്ചുകളോട് കൂടിയിട്ടാണ് ഇനിയുള്ള മത്സരങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് ഇറങ്ങാനായിട്ട് പോകുന്നത്. അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്ഥാനത്തിലേക്കായിട്ട് എന്നും ഇറങ്ങുന്നത് പോലെ തന്നെ സഞ്ജു സാംസണും കൂടെ രുദ്രാജ് ഗൈക്വാഡും തന്നെയാണ് കേട്ടോ ഇറങ്ങാനായിട്ട് പോകുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാനുള്ള ചാൻസ് ഇല്ല. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തുടക്കത്തിൽ കുറേ പാളിയെങ്കിലും ഇപ്പോൾ വീണ്ടും രുദ്രാജ് ഗൈക്വാഡ് ഫോമിലേക്ക് വന്നതോടുകൂടിയിട്ട് ആ ഒരു ഓപ്പണിംഗ് പെയർ അങ്ങനെ തന്നെ തുടരാനാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തീരുമാനം. പിന്നെ ഓൾറെഡി സഞ്ജു സാംസൺ അവിടെ ഫോമിലുള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും ഫോമിലേക്ക് വരുന്നത് എന്തായാലും ടീമിന് നല്ലൊരു പോസിറ്റീവ് എനർജി നൽകുമെന്നുള്ള ഒരു തീരുമാനമൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് യുവതാരം ആയുഷ് മാത്ര പരിക്ക് കാരണം ടീമിൽ നിന്ന് മാറിയതിന് ശേഷം ഉർവിൽ പട്ടേലാണ് ടീമിലേക്ക് പകരക്കാരനായിട്ട് വന്നിരിക്കുന്നത്. ഉർവിൽ പട്ടേൽ തന്നെയാണ് വൺ ഡൗൺ സ്ഥാനത്തിലേക്കായിട്ട് ഇറങ്ങാനായിട്ടും പോകുന്നത് കേട്ടോ. ഉർവിൽ പട്ടേൽ ആയുഷ് മാത്ര അതേ ഫോമിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ടീമിന് വലിയ ഉപകാരമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. 4ാം സ്ഥാനത്തിലേക്ക് നോക്കുന്ന സമയത്ത് എഡ്വാർഡ് ബ്രെവിസാണ് കേട്ടോ. ബ്രെവിസ് ഫോമിലേക്ക് എത്താത്തത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഫോമിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ മിഡിൽ ഓർഡർ അത്യാവശ്യം നല്ല ബലമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ശിവൻ ദുബെയും സർഫറാസ് ഖാനുമാണ് ആ 5ഉം 6ഉം സ്ഥാനത്തിലേക്കായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. അവിടെ ശിവൻ ദുബെയും ഫോമിലില്ല എന്നുള്ളത് ടീമിനെ വലിയ രീതിയിൽ അലയ്ക്കുന്നുണ്ട്. അതേപോലെ ഇടയിൽ മാത്രം ഫോം ആവുന്ന സർഫറാസ് ഖാനും അതും ടീമിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള ഓവർട്ടൺ ആണ് 7ാമത് പൊസിഷനിലായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. അങ്ങനെയാണ് ടീമിൻ്റെ ബാറ്റിംഗ് നിര വരാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് കാർത്തിക് ശർമ്മ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ ടീമിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബോളിംഗ് നിരയിലേക്ക് വരുന്ന സമയത്ത് അഖിൽ ഹുസൈനും പിന്നെ അതേപോലെ തന്നെ കമ്പോജും നൂർ അഹമ്മദൊക്കെ ടീമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും എന്തായാലും നാളെ ചെന്നൈ സൂപ്പർ കിങ്സ് ഇറക്കാൻ പോകുന്ന ടീം എന്നാണ് ഫൈനലി കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം ഉള്ളത് കേട്ടോ.